ഏത് ഏത് മൂഡ് നെറ്റി. അതാണ് മക്കളെ ഇൻസ്റ്റാഗ്രാം മിസ്സസ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇൻസ്റ്റാഗ്രാം കാണാനൊക്കെ നല്ല രസമുണ്ട്. റിയാലിറ്റിയിൽ ക്ലൗഡോട് ക്ലൗഡാണ്. അങ്ങനെ നമ്മൾ പോയി അവസാനം നമ്മൾ വൈറ്റ് ഹൗസിലെത്തിയിരിക്കുകയാണ് ഗൈസ്. വെൽക്കം ടു വിയറ്റ്നാം ഡേ 3. സോ അപ്പൊ നമ്മളെ ഡേ 3 സ്റ്റാർട്ട് ചെയ്യാണ്. ഹെൽമെറ്റ് ഒക്കെ ഇട്ട് ഇത്തവണ നമ്മള് ബൈക്ക് എടുത്ത് പോകാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ ഗ്രൂപ്പ് ടൂറിസ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ബനാ ഹിൽസിന്റെ. ഇതാണ് നമ്മുടെ ഈ ബൈക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് ആകെ 1,30,000 മാത്രമാണ് ഇതിന്റെ പ്രൈസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നാട്ടിലെ 400 രൂപ മാത്രമേ 24 hours ഒന്നും ഇത് ചാർജർ ഇല്ലാത്തതുണ്ട്. ഇവരെണ്ണ ഹെൽമെറ്റ് തന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു ഓപ്പറേഷൻ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയാണ് കാണുന്നത്. ജസ്റ്റ് ഓണാക്കിയിട്ട് നമ്മൾ പി ആയിരിക്കും കാണുന്നത്. ഈ സെൽഫ് ബട്ടണും ബ്രേക്ക് കൂടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് പി പോവും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. സൗണ്ടും കാര്യങ്ങളും ഒന്നുമില്ല. സ്മൂത്തായിട്ട് ഓടിച്ചു പോവാം. നമ്മളൊരു വെസ്പ പോലത്തെ ഒരു സെറ്റപ്പ്. ഇതിനുള്ള ലൈസൻസും കാര്യങ്ങളും ഒന്നും വേണ്ട എന്നുള്ളതാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈക്ക് എടുക്കാം, യഥേഷ്ടം കറങ്ങാം. ഏറ്റവും കൂടുതൽ ബൈക്കുകളുള്ള കൺട്രി കൂടിയാണ് വിയറ്റ്നാം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എക്സാക്ട്ലി നമ്മുടെ റൂമിന്റെ അവിടെ നിന്ന് 25 കിലോമീറ്റർ ആണ് നമ്മൾ ഹോസ്റ്റ് പറഞ്ഞത്. നേരെ ഇറങ്ങി വന്നിട്ട് അവിടെ ബൈക്ക് പാർക്കിംഗ് ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ടു. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് കുറെ ആളുകളും റെക്കമെൻഡ് ചെയ്യുന്നത് ഗൈഡഡ് ടൂറിസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, നമ്മുടെ നട്ടം മനസ്സിലാവാറുണ്ട്. പക്ഷെ ചില സമയത്ത് ഗൈഡഡ് ടൂറിസ്റ്റിന് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അത്ര ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെല്ലാവരും എല്ലാത്തിലും കയറ്റേണ്ടതുകൊണ്ട് ഒരു സ്പീഡാക്കി കൊണ്ട് വെക്കും. അതായത് പെട്ടെന്ന് തന്നെ കേബിൾ കാർ അങ്ങനെ. പിന്നെ അകത്ത് റോളർ കോസ്റ്റർ ഉണ്ട്. ഇതൊന്നും ഈ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് അല്ല. ഇവിടുത്തെ ടിക്കറ്റ് വരുന്നത് ഡനാങ് സിറ്റിസൺസിനും വിസിറ്റേഴ്സിനും ഡിഫറെന്റ് ആണ്. അവർക്ക് 6 ലക്ഷം ആണെങ്കിൽ നമുക്ക് 9,50,000 ആണ് വരുന്നത്. പ്രൈസ് കേട്ട് ഞെട്ടണ്ട. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഡോമിലാണ് പറയുന്നത്. നമ്മുടെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഡോളേഴ്സിലാണ് ഈ എമൗണ്ട് വരുന്നത്. അതായത് $36 ആണ് ഈ കാണിക്കുന്ന റേസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ വിസിറ്റേഴ്സ് ആണ്. പിന്നെ നമ്മൾ വിസിറ്റേഴ്സ് വിത്ത് ബുഫറ്റ് എടുക്കുകയാണെങ്കിൽ 1.25 മില്യൺ ആണ് വരുന്നത്. ഇപ്പൊ വലിയ ക്യൂ ഇല്ല. ഇപ്പം ശരിക്കും ഭയങ്കര ക്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ്സ് എടുക്കാൻ പറയുന്നത്. പക്ഷെ ഞാനിപ്പോൾ ടിക്കറ്റ് എൻ്റെ ഹോസ്റ്റിനോട് പറഞ്ഞു. അവരെനിക്ക് സെയിം പ്രൈസിന് എടുക്കുന്നത്. അവർ പറഞ്ഞു വേണം നിങ്ങൾ അവിടെ പോയിട്ട് എടുത്തോ, അല്ലെ ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് ടിക്കറ്റ് എടുത്തതെന്നാണ് ഇത്. സെയിം പ്രൈസ് തന്നെ ഞാനും കൊടുത്തിട്ടുള്ളൂ. അതായത് നമുക്കിവിടെ വാവ് പാസ് എന്ന് പറഞ്ഞ സാധനം വാങ്ങാൻ പറ്റും. 3 ലക്ഷം ഡോമാണ്. കേബിൾ കാറിന് മാത്രം എൻട്രി കിട്ടും. അതല്ല നിങ്ങൾ ഗോൾഡ് എടുക്കുകയാണെങ്കിൽ ഒരു 1 മില്യണിന്റെ ഗോൾഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും പ്രയോറിറ്റി ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. അതായത് ക്യൂ നിൽക്കണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കിയപ്പോൾ നമ്മൾ നെട്ടി. നോക്ക്, അപ്പാനത്തിന്റെ മുകളിൽ തന്നെ ജനത്തോട് ജനം, നല്ല ചൂടുമാണ്. ഇത് ആക്ച്വലി സൺവേൾഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് കൊടുത്തിട്ട് അവരുടെ ഒരു പ്രൈവറ്റ് സംരംഭമാണിത്. പക്ഷെ ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് കുന്നിന്റെ മേലാണ് ഉണ്ടാക്കി ചെയ്യുന്നത്. അതിന്റെ കുന്നിന്റെ മേലോട്ട് ആണ് ഈ സംഭവങ്ങൾ, കേബിൾ കാറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. ആംബിയൻസ് ഒരു ഗംഭീര ആംബിയൻസ് ആണ് കേട്ടോ. കേബിൾ കാറിലേക്ക് പോകുന്ന വഴി മൊത്തം നോക്ക്, കാറല്ല. പക്ഷെ ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഇജാതി ക്രൗഡ്. നേരത്തെ വരാണ് വേണ്ടത്. പക്ഷെ നമ്മൾ വളരെ വളരെ ലേറ്റായി. അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പ് ടൂർ ഓപ്റ്റ് ചെയ്യാതിരുന്നത്. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഗ്രൂപ്പ് ടൂർ കുഴപ്പമില്ല. വലിയ ടീമിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കേബിൾ കാർ കയറും, എല്ലാത്തിലും എക്സ്പീരിയൻസ് ചെയ്യണം. സോ ഭയങ്കര റഷ് ആയിരിക്കും. അപ്പം നമുക്ക് ബൈക്ക് എടുത്ത് വേണമെങ്കിൽ വരാം. രാവിലത്തെ 6 മണി വരെ ഇവിടെ ഉണ്ട്. പിക്ക് ആൻഡ് ഡ്രോപ്പ് അടക്കമുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇവിടുന്ന് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും ഫുഡിനൊക്കെ. അപ്പോൾ ഇവിടുന്ന് ലഞ്ച് അടക്കമുള്ള 1.25 മില്യൻ്റെ എടുക്കുകയാണെങ്കിൽ ഒരു കൂപ്പണും തരും. നല്ല ലഞ്ച് ബുഫറ്റും കഴിക്കാം. ഒരു വൺ ഡേ വേണം അതിൻ്റെ അകത്ത്, അത്രയും എക്സ്പീരിയൻസ് ചെയ്യാണ്ട്. അതൊരു നാച്ചുറൽ അല്ല, ആർട്ടിഫിഷ്യൽ ആൾക്കാരെ ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ ഡനാങ് എന്നാണ് പറയുന്നത്. സോ നമ്മളൊന്ന് ട്രൈ ആയിട്ട് പോയിട്ട്. നല്ല ക്യൂ ആണ്. അതുപോലെ നമ്മൾ ഈ ഒരു മാപ്പ് ഒന്നെടുത്ത് കൈ പിടിക്കുന്നത് നല്ലതാണ്. ഈ സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് കവർ ചെയ്യാനുള്ളതാണ്. പക്ഷേ അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടു പോകാൻ വരെ എന്തായാലും വലിയ കാര്യമൊന്നും തോന്നുന്നില്ല. അത്രയും അധികം സ്ഥലങ്ങളാണ് ഇതിനകത്ത് കവർ ചെയ്യാനുള്ളത്, കേബിൾ കാറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ എത്ര കേബിൾ കാറുകൾ കയറിയതാണ്. ഫൈനലി നമ്മൾ മറ്റൊരു കേബിൾ കാറിലേക്ക് കൂടി കയറാൻ പോവാണ്. വേൾഡ് സിംഗിൾ സൈഡ് ലോങ്സ്റ്റ് കേബിൾ കാർ ഉണ്ട്. 5.8 കിലോമീറ്റർ വിത്തൗട്ട് സ്റ്റോപ്പ്. അതാണ് ഇതിന്റെ റെക്കോർഡ് എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് തന്നെ വരുന്നുണ്ട്.
ഐ തിങ്ക് ഇതെല്ലാം ഗ്രൂപ്പ് ടൂർസ് ആണ്. ഏതാ പ്രശ്നം, ഗ്രൂപ്പ് ടൂറിസിന്റെ കൂടെ വന്നല്ല. ഇതാണ് ഇൻസ്റ്റാഗ്രാം വിസിറ്റ്സ് റിയാലിറ്റി. ടൂ മച്ച് ക്രൗഡ്. ഗോൾഡൻ ബ്രിഡ്ജ് വിയറ്റ്നാമിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ ആദ്യം കാണിക്കുന്ന ഐക്കണിക് ഐറ്റംസിൽ ഒന്നാണ് ഈ രണ്ട് കൈകളിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഗോൾഡൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതൊരു ഗോൾഡൻ കളർ സ്റ്റീലിനോട് ഉണ്ടാക്കിക്കൊണ്ടാണ് ഗോൾഡൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളാൽ ഇതിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നൊരർത്ഥം കൂടി ഇതിനുണ്ട്. 150ഓളം മീറ്റർ നീളം വരുന്നതാണ്. ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം ആയതുകൊണ്ട് തന്നെ നമ്മൾ കയറി വരുമ്പോൾ ആദ്യം എത്തുന്ന ഇവിടേക്ക് ആയതുകൊണ്ടും നല്ല ക്രൗഡാണ് ഇതിൻ്റെ മുകളിൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒന്ന് ക്ഷമയോടെ നോക്കി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. സുരേഷ്, നമ്മൾ ഈ ഒരു സാധനം, ഈ ഒരു പ്ലാനാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഈ പ്ലാൻ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് വന്ന് ഇത്രയും ലോങ് കേബിൾ കാർ വരും. ഇവിടെ സീ ഗോൾഡൻ ബ്രിഡ്ജ് കാണാം. ഗോൾഡൻ ബ്രിഡ്ജ് നമ്മളിപ്പോൾ കവർ ചെയ്യുന്ന ബുദ്ധയാണ്. ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ അവിടെ എത്തി. ബുദ്ധൻ്റെ അവിടുന്ന് നമുക്കിനി തിരിച്ച് വീണ്ടും കേബിൾ കാർ, ഭയങ്കര ക്യൂ ആണ് കേബിൾ കാർസിനൊക്കെ. ഇവിടെ പോകണം. പിന്നെ ഇവിടുന്നൊക്കെ ആൾക്കാർ പല പല കേബിൾ റൂട്ടാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഒരു ഫ്രീ കിട്ടും. പിന്നെ ഇത് ഫ്രഞ്ച് വില്ലേജ് ആണ്. റെസ്റ്റോറൻറ്റ്സിന്റെ നെയിം ഫുള്ള് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 16 കേബിൾ സ്റ്റേഷന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും എടുത്ത് എന്താ ഉള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ടിക്കറ്റിന്റെ അകത്ത് ബനായിൽസിലേക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ട്. ലുനാർ കാസ്റ്റിൽ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്കുള്ള ആക്സസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ആൽപിൻ റോളർ കോസ്റ്റർ ഉണ്ട്, ഞങ്ങൾ ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പൊ അതൊന്നും ഇതിന്റെ അകത്ത് പ്രൈസ് ഉണ്ട്. അതിന് 10 ദിർഹംസ് മാത്രമേ വരുന്നുള്ളൂ. 200 സംതിങ് ഇന്ത്യൻ റുപ്പി മാത്രമേ വരുന്നുള്ളൂ. ഇത് എടുത്താൽ നമുക്ക് ഇതിൻ്റെ അകത്തൊരു എക്സ്പീരിയൻസ് ചെയ്യാം. അതൊന്നും ഗൈഡുള്ള ടീം എടുക്കൂല, കാരണം അത്രയും സമയം പോകുന്നതിനെ കൊണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈഡിന്റെ കൂടെ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ. പക്ഷെ അവരോട് വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ അങ്ങനെ പോയി നിങ്ങൾക്ക് റൂട്ട് തെറ്റില്ല. പക്ഷെ ഒരു സ്ഥലത്ത് കയറി ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 40 ആളുടെ ഗ്രൂപ്പൊക്കെയാണ്, അത്രയും ആൾ ഫോട്ടോ എടുത്ത് തീരണം. അപ്പൊ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഒരാളെ വിളിച്ചു കൊണ്ടുവരാണെങ്കിൽ കുറച്ച് പൈസ കൂടിയാലും നിങ്ങൾ ഫാമിലിയൊക്കെ ആണെങ്കിൽ അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. അല്ലെങ്കിൽ നിങ്ങളുടെ നട്ടം തിരിയുന്നല്ലാണ്ട് ഒന്നും മനസ്സിലാവില്ല. ബിക്കോസ് ഇറ്റ്സ് എ ഹ്യൂജ് ഏരിയ ആൻഡ് ലോട്ട് ടു എക്സ്പ്ലോർ. എന്തൊക്കെയാണ് വരുന്നതിനുള്ളിൽ ചെയ്ത് വെച്ചായിരിക്കും. നമുക്ക് ഇതൊരു തോട്ട് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കിയ നമ്മൾ പണ്ട് മറ്റേ ഗെയിമിൽ കളിക്കുന്ന പോലെയല്ലേ, ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എടുത്തുനിന്ന് അതേപോലത്തെ ഒരു സാധനം. കണ്ടത് മനോഹരം, കാണാനിരിക്കുന്നത് അതിമനോഹരം. So I've just completed 25%. And this place is വേറെ ലെവൽ. ഓക്കെ, വൈബ് അങ്ങോട്ട് നോക്കിയാൽ അവിടെ വ്യൂ പോയിന്റ് കംപ്ലീറ്റ് ഡെനാങ്ങിന്റെ ഒരു വ്യൂ മോഡൽ കാണാം. അടുത്ത ഹെവി റഷ് ആയിരുന്നു ഇവിടുത്തെ മാരോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ കുറെ കറങ്ങി താഴെ പോയി ബുദ്ധ സ്റ്റേറ്റ് കണ്ടു വന്നവരാണെങ്കിൽ നന്നായി. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കയറി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഫ്രഞ്ച് വില്ലേജിലേക്കാണ്. സോ ഇറ്റ്സ് ആൻ അമേസിംഗ് പ്ലേസ്. നമ്മള് അവിടുന്ന് നമ്മൾ കയറിയിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് അത്ര വേണ്ടി വന്നുള്ളൂ. ലൂർ സ്റ്റേഷനിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ലൂർ നല്ല വൈബ് പോയി, വേറെ വൈബ് എത്തിട്ടോ. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് കയറിയോണ്ട് കുറെ ആൾക്കാർ പോയി തുടങ്ങിയിട്ടുണ്ട്. ഗംഭീര സാധനം. പിന്നെ ഈ ഭാരത റെസ്റ്റോറന്റ് ആണ്. നമ്മൾ 1.25 മില്യൺ എടുത്താൽ മിക്കവാറും കിട്ടുന്ന കൂപ്പൺ എന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ ഞങ്ങൾ കയറാൻ പോകുന്നത് ആൽപ്പിൻ കോസ്റ്ററിലേക്കാണ്. അപ്പൊ ആൽപ്പിൻ കോസ്റ്ററിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓൺലൈനിൽ എടുത്താണ്. 10 ദിർഹം 230 രൂപ ആ ലെവലിൽ വരില്ല. ജനം നോക്ക്, ഇവിടെയൊക്കെ ക്യൂ നിൽക്കണം ഇങ്ങനെ കയറണമെങ്കിൽ. സോ വി ഹാവ് ടു മേക്ക് ഇറ്റ് ഫാസ്റ്റ്. നമ്മള് പോവാൻ പോകുന്ന റോളർ കോസ്റ്ററിന്റെ സാധനം. അതൊക്കെ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഗംഭീര ഇടി മിന്നലോട്ടം ഇതൊക്കെ നമുക്ക് റോളർ കോസ്റ്റർ നടക്കുന്നൊന്നുമില്ല. അത് അപ്പുറക്കട്ട് 7 മണി വരെ. ഇത് സിംഗിൾ പോകുന്നത് 5 മണിക്ക് ക്ലോസ് ചെയ്യുന്ന പറഞ്ഞത്. സോ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ 2:30 ആയിട്ടുള്ളൂ. നമ്മൾ കുറച്ചുകൂടെ നോക്കേണ്ടി വരും. ഗംഭീര വ്യൂ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കാത്തിരുന്നൊടുവിൽ നമ്മളെ മായ ചതിച്ചിരിക്കുകയാണ് ഗൈസ്. മലമുകളിൽ നല്ല മൂടിക്കെട്ടുമായതുകൊണ്ട് തന്നെ എന്താവും ഏതാവും എന്നറിയില്ല. അടിപൊളി വൈബാണ്. പക്ഷെ ഇറ്റ്സ് ലിറ്ററലി ബ്യൂട്ടിഫുൾ, ബട്ട് അറ്റ് ദ സെയിം ടൈം വി കാൻ നോട്ട് എക്സ്പീരിയൻസ് ലോട്ട് ഓഫ് തിങ്സ്. സർപ്രൈസിംഗ്ലി ഞാൻ ഇവരുടെ മാപ്പ് നോക്കിയപ്പോൾ അതിനകത്തൊരു പ്രയർ ഹാൾ കണ്ടു. കാരണം ഇവിടെ ഇങ്ങനെ പുതിയ പള്ളികളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നോക്കുമ്പോൾ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ പ്രയർ ഹാൾ ഇതിന്റെ മേലെ ഉണ്ട് കേട്ടോ. അതായത് അപ്പാരങ്ങ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് 13th നമ്പർ, അതിന്റെ അടുത്ത് നിങ്ങൾക്ക് മാപ്പിൽ കാണാൻ പറ്റും.
ഫെയർ റൂം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വാഷ്റൂമൊക്കെ അതിന്റെ ഉള്ളിൽ സൗകര്യമുണ്ട് ലേഡീസും ജെന്റ്സും. ഇനി നിങ്ങൾ ഇതുവരെ അവർ ഉണ്ടാക്കിയ അത്ഭുതങ്ങൾ കണ്ടില്ല. ഇനിയിപ്പോ ധാരാളം സാധനം കണ്ടോ. അമ്യൂസ്മെന്റ് പാർക്കിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിൽ തന്നെ വേറെ സ്ഥലത്ത് അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. സോ അമ്യൂസ്മെന്റ് പാർക്കിന്റെ അകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികൾക്കുള്ളത്. ഈ ഇങ്ങനെ കറങ്ങുന്ന സാധനങ്ങൾ, പിന്നെ ഇത് നമ്മൾ മറ്റേ ഭീകരങ്ങളൊക്കെ ഉള്ള സാധനം, ടോപ്പ് കൊണ്ടുപോയി മേലെ കൊണ്ടുപോയി ഇടുന്ന സാധനം. പിന്നെ അവിടെ സ്റ്റേജ് ഷോ വരുന്നുണ്ട്. കുറെ ലെവലുണ്ട്. താഴോട്ട് പോകണം. പിന്നെ പമ്പർ കാറുണ്ട്, നമ്മളെ കാർ കൊണ്ടുപോയി ഇടിപ്പിക്കുന്ന സാധനങ്ങള്. ക്രൗഡ് ഓഫ് മീൻസ് ഭയങ്കര ക്രൗഡ് ആണല്ലോ. ഒന്നാമതെന്ന് വെച്ചാൽ മഴ പെയ്തുകൊണ്ട് എല്ലാവരും ഉള്ളോട്ട് കയറി ഫുൾ ആക്ടിവിറ്റീസിലായിപ്പോയി. പ്ലസ് നമ്മളങ്ങനെ ഇതിനകത്തുള്ളൊരു വാക്സ് മ്യൂസിയത്തിലേക്ക് വന്നിരിക്കുകയാണ്. 100,000 ടിക്കറ്റ് കാണിച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ ഓഫർ ഉണ്ട് പോലും, അതുകൊണ്ട് 60,000 ഉള്ളതെന്ന് പറഞ്ഞത്. സോ 60,000 ഈസ് നത്തിങ് ലൈസ്, ചെറിയൊരു എമൗണ്ട് മാത്രമേ ആവുന്നുള്ളൂ. നമുക്ക് ഒരുപാട് മഹാപ്രതിഭകളുടെ കൂടെ ഫോട്ടോ എടുക്കാം. അതിന് സ്റ്റീവ് ജോബ്സ് ഉള്ളത്, സ്റ്റീവ് ജോബ്സ് സ്റ്റീവ് ജോബ്സ് ആരാന്നോ? എന്താണ് ഇതൊക്കെ പുറത്തു വിടാൻ പറ്റുമോ? കുട്ടി രീതിക്ക് പഠിക്കുന്ന കുട്ടിയാ. ഈ കുട്ടി ഉപയോഗിക്കുന്ന ഫോണാണ് ആപ്പിൾ. എന്നിട്ട് ഈ കുട്ടി ചോദിക്കുകയാണ് ഇദ്ദേഹം ആരാണ്. ആപ്പിൾ ഫോണില്ല, എന്റെ കയ്യിലിരിക്കുന്ന ഈ ഫോണ് ആപ്പിൾ ഫൗണ്ടർ ആണ് കേട്ടോ. മൈക്കൽ ഷുമാർക്കർ, പിന്നെ നമ്മുടെ ടൈഗർ വുഡ്സ് ഉണ്ട്, മുഹമ്മദ് അലി ഉണ്ട്. മുഹമ്മദ് അലി അത്ര പെർഫെക്ഷൻ പോരല്ലോ. വാക്സ് മ്യൂസിയം പല തരത്തിലുണ്ട്. അപ്പൊ ഡേവിഡ് ബെക്കാം മാത്രമല്ല, ബെക്കാമിന്റെ വൈഫ് കൂടി ഉണ്ട് വാക്സ് മ്യൂസിയത്തിൽ. മൈക്കൽ ജാക്സന്റെ കൂടെ ഫോട്ടോ എടുത്തത്. മൈക്കൽ ജാക്സൺ ഇത് നമുക്ക് പരിചയമില്ല. ഷക്കിറ. And the Oscar winner is here. Al Pacino. ഇതൊക്കെ ഫിലിം റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് വലിയ പരിചയമില്ല. സെവൻ നമുക്ക് നല്ല പരിചയമുണ്ട്. നമ്മുടെ സ്വന്തം ബ്രൂസ്ലി ആണ് കേട്ടത്. ആൻഡ് ഹിയർ വി ഗോ, നമ്മുടെ സ്വന്തം മിസ്റ്റർ ബീനും ലിയനാർഡോ ഡികാപ്രിയ. കണ്ടക്ടല്ലെങ്കിൽ ബ്രാഡ് പിന്റെ വളരെ ആഞ്ചലിന ജോളി ബ്രാഡ് പിന്റെ വലിയ ഓൾഡ് ഫോട്ടോ ആണ് കേട്ടോ. അവളെ പിയാപ്പിളാന്ന വിചാരം പിടിച്ചേക്കുന്ന. സോ ഇതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സത്യം പറഞ്ഞ ആളുകൾ ആരും കയറുന്ന ഞാൻ കാണുന്നില്ല. ഇത്രയും തിരക്കുണ്ടായിട്ടും ആരോ വാക്സ് മ്യൂസിയത്തിലേക്ക് വരുന്നത് എനിക്കൊന്ന് അറിയാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതൊരു സെപ്പറേറ്റ് ടിക്കറ്റുമാണ്. വാക്സ് മ്യൂസിയത്തിലേക്ക് എന്തായാലും കയറട്ടെ. അത് ഏകദേശം നാട്ടിൽ നമ്മളൊരു 200 രൂപയുടെ അടുത്തൊക്കെ വരുന്നുള്ളൂ. നമുക്ക് ഒരുപാട് ലെജൻസിനെ ഇവിടെ കാണാം. അത്ര പെർഫെക്ഷൻ ഉണ്ടോ ഇല്ല അറിയില്ല. ഞാനതായിട്ട് വാക്സ് മ്യൂസിയത്തിൽ കയറുന്നത്. ആൻസ്റ്റീൻ, നെപ്പോളിയൻ ബോണപ്പാർട്ട്, മദർ തെരേസ, പിക്കാസോ പോലുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ കണ്ടു. ഞാൻ അങ്ങനെ വന്നും പോയി കളിക്കുകയാണ്. ഇതൊക്കെ എന്താ പറയാ, ഗെയിംസ് കളിക്കാനുള്ള ഏരിയാസ് ആണ് കേട്ടോ. സോ ടീമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഫ്രഞ്ച് വില്ലേജ്, നല്ല ബിൽഡിങ്സ്, നല്ല വൈബുള്ള സ്ഥലം. ആൾക്കാരെ നോക്കണ്ട, എല്ലാവരും താഴോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 4 മണി കഴിഞ്ഞു, 6 മണി വരെയൊക്കെ ഇതുള്ളൂ. എല്ലാവരും ക്ലോസ് ചെയ്ത് പോവാണ്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ലെവൽ കേട്ടോ. കംപ്ലീറ്റ് ഞാനതൊന്ന് പറയാം. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മ്യൂസിക് ഇട്ട് ഇങ്ങനെ കണ്ടോളി. ബെസ്റ്റ് സൂപ്പർ സാധനം കേട്ടോ. അത് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടോ, മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ. അത് അടിപൊളി മെയിൻറ്റെയിൻ. അപ്പൊ ഇതാണ് ബീർ പ്ലാസ കേട്ടോ. എന്താ പറയുക, കംപ്ലീറ്റ് എനിക്ക് വന്ന് മഴ പെയ്തപ്പോൾ മൊത്തം ആൾക്കാർ അങ്ങനെ ഇറങ്ങിപ്പോയതാണ്. അതാണ് ആ മെട്രോന്റെ അവിടെ ക്യൂ ആണ്. മെട്രോ അല്ല, കേബിൾ കാറിന്. പക്ഷെ നമുക്ക് ഏരിയാസ് ഭയങ്കര രസമായിട്ട് കാണാൻ പറ്റി. നല്ല രസമുണ്ട്. കാരണം ഓരോന്നും തീരുന്ന സമയം അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ. ചിലത് 8 മണി വരെ ഉണ്ട്, ചിലത് 7 മണി വരെ ഉണ്ട്, ചില ആക്സസ് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് ഒന്ന് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നൈറ്റ് ഒരു ഓപ്പൺ ആണ്. പക്ഷേ ഈ ഗോൾഡൻ ബ്രിഡ്ജിലേക്കുള്ള ആക്സസ് അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഒരു 6-7 മണിയാകുമ്പോൾ തന്നെ അവർ നിർത്തുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ എന്തായാലും ഇവിടേക്ക് വരും. അപ്പൊ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കളർഫുൾ സാധനമൊക്കെ ഇട്ട് വരാം. മാക്സിമം മുതലാക്കുക. നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യാനുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞ ഫോട്ടോഗ്രാഫിയുടെ അന്യ വേർഷൻസ് ഇവിടെ എടുക്കട്ടോ. നമ്മളൊന്നാമത് മഴ പെയ്ത് പോയതുകൊണ്ടും പിന്നെ നമ്മളാകെ പനിയൊക്കെ വന്ന് സൈഡായി പോയതുകൊണ്ട് നമ്മൾ കൂടുതൽ കണ്ടന്റ് ക്രിയേഷൻസിലേക്കൊന്നും നടക്കുന്നില്ല. ഇത് കണ്ടോ, ഭയങ്കര എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പുകയൊക്കെ ഇട്ടിട്ട്. സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ അമേരിക്കവരൊക്കെ പറഞ്ഞേക്കാൾ ഇങ്ങനത്തെ ഈ കൺട്രീസിലുള്ള ആൾക്കാരുടെ ടെക്നോളജി ഭയങ്കര കേട്ടോ. ഇവിടെ സമ്മതിക്കണം. നല്ല രസമുണ്ട്. കംപ്ലീറ്റ് ആ ബാൽക്കണീസ് ഒക്കെ കാണാൻ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഗൗണും ഇതൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എടുത്തിട്ട് പോട്ടോ. എത്ര ഗൗൺ ഉണ്ടെങ്കിലും ഒരു ഏരിയാസ് ഇങ്ങനെ ക്ലിയർ ആയി വരും. പണിക്കാരൊക്കെ കഴിഞ്ഞിട്ട് ഓടാണ്. ഇപ്പൊ ഇവിടെ 5 മണി ആയപ്പോഴേക്ക് ക്ലോസ് ആയിട്ടോ. നമുക്ക് വലിയ മിസ്സായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ പ്രതീക്ഷിച്ച് വന്ന 1-2 ഐറ്റംസ് ഉണ്ടായിരുന്നു. അതായത്
ലൂണാർ കാസിനകത്തൊരു ഫ്ലൈയിങ് ഐസ് തിയേറ്റർ ഉണ്ടായിരുന്നു, അതേപോലെ ഒരു മൂൺ ജംഗ്ഷൻ ഭയങ്കര മിസ്സിംഗ് ആയപ്പോൾ അത് കിട്ടാണ്ടായപ്പോൾ നമ്മൾ മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്നപ്പോൾ മഴ പെയ്തപ്പോൾ നല്ല ഇടി മിന്നലൊക്കെ കണ്ടപ്പോൾ അവർ അവിടേക്ക് പോകുന്ന ട്രെയിൻ ഉണ്ട്, അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഈ ട്രെയിൻ തുറന്നു വന്ന് നോക്കിയപ്പോൾ ഭയങ്കര ക്യൂ. പിന്നെ നമ്മൾ വന്ന് നോക്കിയപ്പോൾ 5 മണിക്ക് അത് അടച്ചു. ഞങ്ങൾ 6 മണി വരെ ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു. സോ അതൊന്ന് നോട്ട് ചെയ്യാം. അതുപോലെ കുറെ സ്ഥലങ്ങൾ 5-6 മണി നമ്മളെ കടക്കുക. സോ ഏറ്റവും ബെറ്റർ 8 to 9 മണിയാകുമ്പോൾ രാവിലെ ഇവിടെ എൻ്റർ ആവാം, ഫുൾ കണ്ടിട്ട് പോകാൻ പറ്റും. പിന്നെ ഒരു ഗൈഡ് ടൂർ എടുക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ ഗ്രൂപ്പിനെ എടുക്കാം, അല്ലാതെ നല്ല ഫോട്ടോ സ്പോട്ട്സ് ആണ്. അപ്പൊ എല്ലാവരും ഫോട്ടോസ് എടുത്ത് കാര്യങ്ങൾ വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. പിന്നെ ഇതിനകത്ത് നട്ടം തിരിഞ്ഞു പോയിരിക്കാൻ ഗൈഡ് എടുക്കുന്നതുകൊണ്ട് നഷ്ടമില്ല. പക്ഷെ ഞാനൊക്കെ മാപ്പ് നോക്കി പോയതാണ്. എനിക്ക് ആൽപ്പിൻ റോസ്റ്ററും ഈ തിയേറ്ററുമാണ് മിസ് ആയത്. രണ്ടും മഴ കാരണം മിസ് ആയതാണ്. നമ്മുടെ അടുത്ത് പ്ലാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ റോളർ കോസ്റ്ററിന് ടിക്കറ്റ് അവർ റീഫണ്ട് തരാന്ന് പറയുന്നുണ്ടോ. ഞാൻ ക്ലൂക്ക് വഴി എടുത്തുകൊണ്ട് ഒരു ഡയറക്റ്റ് റീഫണ്ട് ഇല്ല. താഴെ ക്ലൂക്കിന്റെ കസ്റ്റമർ കെയർ ഉണ്ട്, അവിടെ പോയി കിട്ടുന്ന പറഞ്ഞാൽ ടിക്കറ്റ്സ് എടുക്കുമ്പോഴും ഇതേപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ക്ലൂക്ക് അതുപോലത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ടിക്കറ്റ്സ് ഉള്ളത്. അതായത് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ സെയിം പ്രൈസ് തന്നെയാണ് അവർ വിൽക്കുന്നത്. പിന്നെ ഏജൻസി വഴി കിട്ടും. അപ്പോൾ 9,50,000 ആണ്, ഏകദേശം 3,000 സംതിങ് ആണ് നമ്മളെ എമൗണ്ട് വരുന്നത്. 3,100 അങ്ങനെയുള്ളൂ. അതിലേക്ക് ഒരു 1,000 കൂടി കൂട്ടിയാൽ ലഞ്ചിനുള്ള ടിക്കറ്റ് കിട്ടും, ലഞ്ച് കൂപ്പണും കിട്ടും. പിന്നെ ഗൈഡും കൂടി വരുന്ന സമയത്ത് ഒരു 1.7 മില്യണിലേക്ക് എത്തും. അപ്പൊ ഏകദേശം ഒരു 5,000 പുറത്ത് ഒരാൾക്ക് തന്നെ. സോ കോസ്റ്റ്ലി ആണ്, എക്സ്പെൻസീവ് ആണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. സോ നോ ഓപ്ഷൻസ്. നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വന്ന് ഫാമിലി ആയിട്ട് വരണം. മസ്റ്റ് നല്ല പ്ലേസ് ആണ്, നിങ്ങൾക്ക് മുതലാവും. സോളോ ട്രാവലേഴ്സിന് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം എല്ലാവരും ഒരുവിധം കൺട്രീസ് പോകുമ്പോൾ കേബിൾ കാർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ ഇതൊരു മാൻമെയ്ഡ് സംഭവമാണ്, ഭയങ്കര എന്താ പറയുക ഒരു നമ്മൾ നാച്ചുറലിൻ്റെ സംഭവങ്ങളൊന്നുമല്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, കാരണം നിങ്ങൾക്ക് വലിയൊരു കോസ്റ്റ് വരുന്ന സംഭവമാണിത്. അതുമല്ല പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങോട്ടേക്കില്ല. നമുക്ക് വരണമെങ്കിൽ തന്നെ നമ്മൾ ടാക്സി അല്ല ഇതുപോലെ ഏതെങ്കിലും ഷട്ടിൽ ബസ്സോ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. ഞങ്ങൾ ബൈക്ക് എടുത്താൽ വന്നേ, ബൈക്ക് ചെറിയ പൈസ ഉള്ളൂ, ബൈക്ക് എടുത്ത് വരണേ അങ്ങനെയും വരാം.